ഈ മധുരം എന്ന് പറയുന്നത് ബ്രെയിനിനെ എന്തുമാത്രം ഡാമേജ് ചെയ്യും? ഞാൻ പറയുന്നത് പ്രീമിയം ഹോട്ട് ചോക്ലേറ്റിനെ പറ്റിയോ അല്ല, ബെൽജിയം ചോക്ലേറ്റ്സിനെ പറ്റിയൊന്നുമല്ല. നമ്മളെ നാട്ടിൽ ഈ മധുരം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ വലിച്ചു വാരി കഴിക്കുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വരിക? ആൺകുട്ടികൾക്ക് ഒബ്വിയസ്ലി ഇറ്റ്സ് ഓവർ വെയ്റ്റ്, പെൺകുട്ടികൾക്കും ഓവർ വെയ്റ്റ് ആണ്. PCOD, PCOS ഇതെല്ലാം മധുരത്തിൻ്റെ ഒരു ഇൻടേക്കാണ്. ബേസിക്കലി ഇറ്റ്സ് ഓൾ കാർബാണ് അതിനകത്തുള്ള മെയിൻ. ബ്രെയിനിനെ എന്തുമാത്രം ഡാമേജ്? ബ്രെയിനെയും ഡാമേജ് ചെയ്യും, ഓവറോൾ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യല്ലേ മധുരം കഴിക്കുമ്പോഴത്തേനും. പിന്നെ നമ്മുടെ ബ്രെയിനിന് ഒരു ഉറക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ന്യൂറോൺസിനുള്ള ഒരു എന്താ പറയുക ഓവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. മധുരം അങ്ങനെ ഇങ്ങനെയൊന്നും ദഹിക്കില്ല, അതിങ്ങനെ ഓവറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി കംപ്ലീറ്റ് സിസ്റ്റം ഡൗൺ ആവുകയാണ്. പിന്നെ നാച്ചുറലി നമ്മൾ ഉറക്കത്തിലോട്ട് പോകും. നന്നായിട്ടൊന്ന് പായസം കുടിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണത് വർക്ക് ചെയ്യാന്നുള്ളത്. സിസ്റ്റം മന്ദത എന്ന് പറയും, പറയാൻ പറ്റില്ല. പിന്നെ അത് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഇത് ഒരു പവർ നാപ്പ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. നന്നായിട്ട് മധുരം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതും ഡിഫറെൻ്റ് ആണ്. പവർ നാപ്പ് എടുക്കുന്നവൻ ക്യുക്കായിട്ട് അതിനകത്ത് എഴുന്നേറ്റ് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. ബട്ട് ദെൻ മധുരമൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കല്ലേന്നേ പറയുള്ളൂ. ബിക്കോസ് കംപ്ലീറ്റ് സിസ്റ്റം ഇങ്ങനെ എന്താ പറയുക, ഒരു തലക്കിട്ടൊരു കൊട്ട് കിട്ടിയ പോലെ ഇരിക്കുകയാണ്. അതന്നെ എൻ്റെ ബ്രെയിനിൻ്റെ പ്രശ്നം. ഇത് റെഗുലറായിട്ട് എടുത്തു തുടങ്ങിയാൽ എന്താ ചെയ്യുക, ലേസി ആവും നമ്മൾ. അപ്പോൾ ഈ ഷുഗർ ഡാമേജ് നമ്മളൊരു കുട്ടികളെ ഡയറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് മക്കളോട് യഥാർത്ഥത്തിൽ നമ്മളെ കുട്ടികളോട് നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ഡയറ്റ് അല്ലേ ശ്രദ്ധിക്കേണ്ട, ഒരു തന്തയും തള്ളയും. അതല്ലാണ്ട് അവർക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലോ അവർക്ക് ഈ പറയുന്ന സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലോ ജങ്ക് ഫുഡ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു റീസെൻ്റ്ലി ഒരു അച്ഛൻ പറഞ്ഞത് മോള് +2 നല്ല മാർക്ക് വാങ്ങിച്ചു, അതുകൊണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കണം. നമ്മളതിലും ഭേദം വിഷം വാങ്ങിച്ചു കൊടുത്താൽ പോലെ. പെർഫെക്റ്റ്, അതെ അല്ലേ?